ബദാമി ഗുഹാക്ഷേത്രത്തിനു മുന്നിലെ ആദിൽ ഷാ രാജാക്കന്മാർ പണിത പള്ളിയുടെയും അഗസ്ത്യ തീർത്ഥത്തിനുമിടയിൽ കല്ലു പതിച്ച ഒരു നടപ്പാതയുണ്ട്. പാതയ്ക്ക് അഭിമുഖമായി പണിത ചെറിയ വീടുകൾക്ക് മുന്നിലെ ഈ വഴിയിലൂടെ നടന്ന് ബദാമി കോട്ടയിലെത്താം. ഈ കാണുന്ന ചുവന്ന കെട്ടിടമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയം. ഈ കൽപ്പടവുകൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന പ്രവേശനദ്വാരം കടന്ന് ബദാമി കോട്ടയിൽ പ്രവേശിക്കാം. AD 450 ഐഹോൾ കേന്ദ്രമാക്കിയാണ് ചാലൂക്യന്മാർ ഭരണം തുടങ്ങിയത്. അക്കാലത്ത് അവർ പണി തീർത്തതും പിന്നീട് പല കാലങ്ങളിൽ മാറിവന്ന ഭരണാധികാരികൾ തീർത്ത വിവിധ ക്ഷേത്ര മാതൃകകളും ഐഹോളിലെ പരീക്ഷണങ്ങൾ എന്ന വീഡിയോയിൽ കാണാം. യാത്രാ സൗകര്യം കുറവായതിനാൽ പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു. അതിനാൽ ഐഹോളിലെ ജൈന ബുദ്ധ ക്ഷേത്രങ്ങളും കോട്ടയും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. AD 543 മുതൽ 566 വരെ ഭരിച്ച പുലകേശി ഒന്നാമൻ്റെ കാലത്താണ് ബദാമിയിലേക്ക് രാജ്യതലസ്ഥാനം മാറ്റിയത്. സമൃദ്ധമായി വെള്ളം ശേഖരിക്കുന്ന പ്രകൃതിദത്തമായ തടാകവും ചെങ്കുത്തനെയുള്ള ദുർഘടവും അപ്രാപ്യവുമായ വടക്കും തെക്കുമുള്ള മലനിരകളെയും ചാലൂക്യരുടെ കൂർമ്മബുദ്ധിയിൽ അഗസ്ത്യ തീർത്ഥമായും വടക്കൻ മലമ്പ്രദേശത്ത് കോട്ടയും ശിവാലയ ക്ഷേത്രങ്ങളും തെക്കൻ കുന്നിൽ അതുപോലെ ഗുഹാക്ഷേത്രങ്ങളും ആയി വികാസം പ്രാപിച്ചു. 1500-ലേറെ വർഷം കഴിഞ്ഞ് ഇവിടെ വീണ്ടും നമ്മൾ സന്ദർശിക്കുമ്പോൾ ചാലൂക്യരുടെ അജേയമായ ശക്തി എങ്ങനെയാണ് അവർ നിലനിർത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. മലയിടുക്കുകളിലൂടെ നിർമ്മിച്ചെടുത്ത ചെറിയ വഴികളും ഭീതി ജനിപ്പിക്കുന്ന കിഴുക്കാന്തൂക്കായി നിൽക്കുന്ന മലഞ്ചെരിവുകളും പെട്ടെന്നുള്ള വളവുകളുമെല്ലാം ചാലൂക്യ സൈന്യത്തിന് പുറത്തുനിന്നുള്ള ശക്തികളെ പെട്ടെന്ന് നിർവീര്യമാക്കാൻ കഴിയുന്ന രീതിയിലാണ് കോട്ട രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങ് ദൂരെ മലമുകളിൽ കാണുന്നതാണ് ലോവർ ശിവാലയ ക്ഷേത്രം. അവിടെ എത്താൻ ഇനിയും ഏറെ ദൂരം നടക്കേണ്ടതുണ്ട്. വെയിലിന് ശക്തി വന്നിട്ടില്ലാത്തതിനാൽ നടക്കാൻ സുഖം തോന്നി. ബദാമി ഗുഹാക്ഷേത്ര പരിസരം സുഖകരമായ അന്തരീക്ഷമാണ്. ഇവിടെയാണെങ്കിൽ വെയിൽ കൂടുന്നതോടെ മരങ്ങളില്ലാത്തതിനാൽ ചൂട് കൂടുതലും. രണ്ടാം ശനിയാഴ്ച ആയതിനാൽ ഗുഹാക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. പക്ഷെ അതിലെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് കോട്ട കാണാനെത്തുന്നത്. ഞാൻ കടന്നു വന്ന വഴിയെ ഒന്നുകൂടി നോക്കി. പ്രകൃതിദത്തമായ സാൻഡ്സ്റ്റോൺ കുന്നുകളെ മനുഷ്യൻ ഭാവനയ്ക്കനുസരിച്ച് രൂപപ്പെടുത്തിയ പഴയകാല നിർമ്മാണ വിദ്യയെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ബദാമിയിൽ കോട്ടയും കൊട്ടാരങ്ങളും നിർമ്മിച്ചുകൊണ്ട് ആരംഭിച്ച ചാലൂക്യ ഭരണം 2 നൂറ്റാണ്ട് തുടർന്നു. അക്കാലത്തെ പ്രഗത്ഭരായ രാജാക്കന്മാരായിരുന്നു കീർത്തിവർമ്മൻ ഒന്നാമനും പുലകേശി രണ്ടാമനും. രണ്ടുപേരും ഡെക്കാനിൽ ചാലൂക്യരുടെ മേൽക്കോയ്മ നിലനിർത്തി. പിന്നീട് 12 വർഷം പല്ലവന്മാർ ഇവിടെ ഭരണം ആരംഭിച്ചെങ്കിലും വിക്രമാദിത്യൻ ഒന്നാമൻ പല്ലവന്മാരെ തോൽപ്പിച്ച് ബദാമി തിരിച്ചെടുത്തു. അടുത്തതായി വന്ന കീർത്തിവർമ്മൻ രണ്ടാമൻ്റെ കാലത്ത് രാജ്യവിസ്തൃതിയിൽ മുന്നേറിയെങ്കിലും AD 757 രാഷ്ട്രകൂടരുമായുണ്ടായ യുദ്ധത്തിൽ രാജ്യം നഷ്ടപ്പെടുകയും ചാലൂക്യ ഭരണത്തിന് എന്നേക്കുമായി തിരശ്ശീല വീഴുകയും ചെയ്തു. ചാലൂക്യന്മാരെ പിന്തുടർന്ന് വിജയനഗരവും ബീജാപ്പൂർ സുൽത്താൻമാരും ഔറംഗസേബും മറാത്ത രാജാക്കന്മാരും ഹൈദരലി, ടിപ്പു സുൽത്താൻ, പിന്നീട് ബ്രിട്ടീഷുകാരും ഈ ഭൂഭാഗം ഭരിച്ചു. പഴയകാലത്തെ കോട്ടയുടെയും നിർമ്മിതികളുടെയും അവശിഷ്ടങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന ഇതാണ് ലോവർ ശിവാലയ ക്ഷേത്രം.
ഇവിടെ നിന്നുള്ള ബാദാമിയുടെ കാഴ്ച മനോഹരമാണ്. മുകളിൽ കാണുന്നതാണ് അപ്പർ ശിവാലയ ക്ഷേത്രം. അവിടേക്ക് ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. വാതാബി എന്നായിരുന്നു പഴയകാലത്ത് ബദാമിയുടെ പേര്. ഈ ലോവർ ശിവാലയ ക്ഷേത്രമായിരുന്നു പഴയകാലത്തെ വാതാബിയിലെ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഗണപതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് മുത്തുസ്വാമി ദീക്ഷിതർ കർണാടക സംഗീതത്തിൽ കൃതി രചിച്ചത്. AD 642 പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ സൈന്യാധിപൻ പരഞ്ജ്യോതി പുലകേശി രണ്ടാമനെ തോൽപ്പിച്ച് ബദാമി പിടിച്ചെടുത്തതും ആ യുദ്ധത്തിൽ പുലകേശി രണ്ടാമന് ജീവൻ നഷ്ടപ്പെട്ടതും ചരിത്രമാണ്. പല്ലവന്മാർ ഈ ക്ഷേത്രത്തിലെ ഗണപതിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി നാഗപട്ടണത്തിനടുത്ത് പ്രതിഷ്ഠിച്ചുവെന്ന് പറയപ്പെടുന്നു. പരഞ്ജ്യോതി പിന്നീട് ആത്മീയതയിലേക്ക് നീങ്ങി സന്യാസി ജീവിതം നയിച്ചുവെന്നും കഥയുണ്ട്. വിജനമായ പാതയിലൂടെ അപ്പർ ശിവാലയ ക്ഷേത്രം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഈ കൽക്കവാടവും ഇടുങ്ങിയ വഴികളും നിരവധി ശത്രു സൈനികരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ടാകുമെന്നും ഞാൻ ഓർത്തുപോയി. ചാലൂക്യന്മാരും അവരുടെ പരിവാരങ്ങളും പിന്നീട് വന്ന നിരവധി ഭരണാധികാരികളും നടന്നുപോയ വഴികളാണല്ലോ ഇത് എന്നാലോചിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. വലതുഭാഗത്ത് കാണുന്ന വലിയ നിർമ്മിതികൾ ധാന്യസംഭരണികളാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെയായി അപ്പർ ശിവാലയ ക്ഷേത്രവും ബദാമി ഗുഹകളും കാണാം. ഇതോടെ നമ്മൾ വടക്കൻ മലകളുടെ മുകളിലെത്തിയിരിക്കുകയാണ്. വെയിലിന് ശക്തി കൂടിയിട്ടുണ്ടെങ്കിലും താഴേക്കുള്ള വിശാലമായ കാഴ്ച കാണാനായി ഞാൻ മുന്നോട്ട് നടന്നു. ശക്തമായി കാറ്റ് വീശുന്നുണ്ട്. വശങ്ങളിലൂടെ നടന്ന് ഞാൻ ബദാമിയുടെ സുന്ദര ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി. പഴയ കാലത്ത് ഈ അപ്പർ ശിവാലയ ക്ഷേത്രം ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. മനോഹരമായ കൊത്തുപണികളാലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ബദാമി മലനിരകളിലെ പ്രകൃതിജന്യമായ വലിയ വിള്ളലുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിനെ ചുറ്റി വരാനായി നിർമ്മിച്ച പ്രദക്ഷിണപഥം നന്നായി നിർമ്മിച്ചിട്ടുണ്ട്. അതിലെ കിളിവാതിലുകൾ പ്രത്യേകം കാണേണ്ടത് തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.